എങ്കിലേ എന്നോട് പറ. ഒരു വിവരവും ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് പസ്രയായി 6 മാസമായില്ലേ? കുട്ടികളൊന്നും ആയില്ലേ? നിന്റെ ആണോ അതോ ഹസ്ബൻഡിന്റെ ആണോ പ്രോബ്ലം? താൻ എന്ത് മണ്ടത്തരാടോ ഈ പറയുന്നേ? അതല്ല മാഡം, 6 മാസമായില്ലേ, എന്നിട്ടും കുട്ടികളൊന്നും ആയില്ലല്ലോ. നമ്മൾ 1 വർഷം വരെ ഫെർട്ടൈൽ പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടും കുട്ടികളാവാത്തവർക്കാണ് നമ്മൾ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോന്ന് തന്നെ ചിന്തിക്കുന്നത്. അതൊക്കെ പോട്ടെ, താനെന്താ ഇപ്പൊ ഇവിടെ? മാഡം, ഞാൻ പ്രഗ്നന്റ് ആണ്. ഓ, കൺഗ്രാറ്റ്സ്. അതല്ല മാഡം, എനിക്കിപ്പോൾ പ്രഗ്നൻസി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ആഘോഷനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ മാഡത്തിന്റെ അടുത്ത് വന്നത്. വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടോ? ഇല്ല മാഡം, എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. എത്ര വയസ്സായി ഇപ്പം? ഇപ്പോൾ 36 ആയി. ഓ, അപ്പം നമുക്ക് സംസാരിക്കാം. പടം ഇരിക്കുക. താങ്ക് യു മാം. എനിക്കറിയോ പ്രഗ്നന്റ് ആകാനുള്ള ഏറ്റവും നല്ല ഏജ് ഏതാണ്? അതിനിപ്പോൾ എന്താ, പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നതിനേക്കാളും മുന്നേ പ്രഗ്നന്റ് ആയാൽ പോരെ? അതൊക്കെ ശരിയാണല്ലോ, പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസും കുറയും, കോംപ്ലിക്കേഷൻസും കൂടും. അപ്പൊ പ്രഗ്നന്റ് ആവാനുള്ള ഏറ്റവും നല്ല ഏജ് ഏതാ? എന്നോട് പറ.